നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കും. എനിക്ക് സൗഖ്യം നൽകുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണോ അല്ലയോ അത് കാലം കഴിഞ്ഞേ പറയാൻ നോക്കൂ. എന്നാൽ ഇന്നിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്നറിഞ്ഞ് ഈ തിരുമേനി പ്രവർത്തിക്കാൻ ദൈവമേ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് താല്പര്യത്തോടുകൂടെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എന്തു പറയും? എല്ലാവരെയും ബഹുമാനിപ്പി, സഹോദരവർഗത്തെ സ്നേഹിപ്പി, ദൈവത്തെ ഭയപ്പെടുവി, രാജാവിനെ ബഹുമാനി. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ വളരെയധികം തിരുവചനം കേട്ടു. ഗുണം വല്ലതും ഉണ്ടോ? നമ്മളുടെ ഇദ്ദേഹം ഇവിടെ വന്ന് ഒന്ന് വലിയ മലയാളമേലും പഠിച്ചു. നമ്മളോ അവര് പറഞ്ഞതായ ദൈവത്തിന്റെ ഭാഷ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ പഠിച്ചോ? അതുകൊണ്ട് ഈ കഴിഞ്ഞ 30 പ്രസംഗം കേട്ട് പ്രസംഗത്തിന്റെ അജീർണതയിൽ ജീവിക്കുകയാണ് നിങ്ങൾ. അത് നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു ലാട മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ആശീർവദിക്കാനാണ് വിചാരിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ സുഖക്കേട് ഉണ്ടാകാതിരിക്കാനാണ്. ഈ മരുന്ന് കടകളിലെങ്ങും വാങ്ങിക്കാൻ കിട്ടുന്നതായി നിങ്ങൾ തന്നെ ഉണ്ടാക്കുക നിവൃത്തിയുള്ളൂ. അതിന്റെ ഉണ്ടാക്കുന്ന ക്രമീകരണം ഞാൻ പറഞ്ഞു തരാം. ഇത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു തുള്ളി, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് ഒരു തുള്ളി, വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഒരു തുള്ളി, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി. അങ്ങനെ ഈ നോയമ്പ് കാലം മുഴുവൻ കുടിക്കണം. സുഖമായില്ലെങ്കിൽ 1 മാസം കൂടെ ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ നാം മറ്റുള്ളവരെല്ലാം നമ്മെ ബഹുമാനിക്കണം. നമുക്കാരെയും ബഹുമാനിക്കാൻ കഴിയില്ല. ഇതൊരു സാംക്രമിക രോഗമാണ്. നമ്മുടെ കോഴിപ്പനി പോലെ. ഇതിനുള്ള ഏക മാർഗം കോഴിയെ കൊല്ലുകയുള്ളൂ. നമ്മുടെ അഹന്ത നശിക്കാതെ ഈ രോഗം സൗഖ്യമാകും. ലോകം എന്നിൽ കേന്ദ്രീകരിച്ചതാണോ ലോകം ദൈവത്തിലാണോ കേന്ദ്രീകരിക്കുന്നത്? യഹോവയായ ദൈവം ആദാമിനോട് പറഞ്ഞു, നീ ഈ വൃക്ഷത്തിൽ നിന്ന് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ ഹവ്വായോട് പറഞ്ഞു, എന്തു പറഞ്ഞു? തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാ. ഇതിലാരെ വിശ്വസിക്കണം? നമുക്കിവിടെ പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ മർമ്മം ദൈവവചനത്തിൽ കൂടെ നമ്മെ മനസ്സിലാകും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭരമേൽപ്പിച്ചു പോകുന്ന കുട്ടിച്ചാത്താൻ നമ്മുടെ വീട്ടിലുണ്ട്. കതവ് തുറക്കുന്നുണ്ട്. ആ ചാത്താൻ ആ തുറന്ന ഹവ്വായോട് എന്തോ പറയും, നീ ഇവിടെ മാരാമെന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു പറയുന്നത് പോലെയൊക്കെ ജീവിച്ചാൽ യേശുക്രിസ്തുവിനെ പോലെ നീ വെള്ളം പോലും കുടിക്കാൻ വയ്യാതെ മരിക്കേണ്ടി വരും. എന്നാൽ ഞാൻ പറയുന്ന പോലെ ജീവിക്കാമെങ്കിൽ നിനക്ക് അമേരിക്കൻ TV പ്രസംഗകരെ പോലോ ബുഷ് സാഹിബിനെ പോലെ ആയിത്തീരാൻ സാധിക്കും. ഇതിലേതിനെയാണ് നിങ്ങൾ അനുസരിക്കാൻ പോകുന്നത്?
അതാണ് എനിക്ക് ചോദിക്കാൻ. ഈ കേട്ട വചനങ്ങൾക്കനുസരിച്ചാണോ ഇനി അടുത്ത 3 മാസം ജീവിപ്പാൻ പോകുന്നത്? അതോ നിങ്ങളുടെ സ്വാർത്ഥപരമായ ചിന്തകൾ നിങ്ങളെ ദൈവമാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കാണോ നിങ്ങൾ ഒരുങ്ങുന്നത്? ദൈവം പറയുന്നു എല്ലാവരെയും ബഹുമാനി. ഇന്ന് ആരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? സാധാരണക്കാരനെയാണ്. അവന്റെ വസ്ത്രം, അവന്റെ മാല, അവന്റെ സൗന്ദര്യം, ഇതൊക്കെ നോക്കിയല്ലേ. അണ്ണാദുരൈ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ഒരു വിദേശീയരായ 4 പേര് അദ്ദേഹത്തെ ഒരു ദിവസം രാവിലെ കാണാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കി വന്നു. അദ്ദേഹം ഒരു ബന്യനുമിട്ട് ഒരു കൈരുമുണ്ട് ഉടുത്ത് അദ്ദേഹത്തിന്റെ ആ പോർച്ചിലിരുന്നു. 9 മണിയായപ്പോൾ അവർ വന്നു. അവർ വിചാരിച്ചു ഈ ഇരിക്കുന്നത് അവിടുത്തെ ചപ്രാസിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, വി ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. അതായത് ഞങ്ങൾക്ക് ചീഫ് മിനിസ്റ്ററുമായിട്ട് ഒരു പരിപാടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്ലീസ് സിറ്റ് ഡൗൺ. അപ്പോൾ അവര് പറഞ്ഞു, അതല്ല, 9 മണിക്ക് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അത് പറഞ്ഞു, അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ചീഫ് മിനിസ്റ്ററെയാണ് കാണേണ്ടതെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, യു ആർ ടോക്കിംഗ് ടു ദ ചീഫ് മിനിസ്റ്റർ. നിങ്ങൾ ചീഫ് മിനിസ്റ്ററോടാണ് ഇപ്പോൾ സംബന്ധിക്കുന്നത്. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് അറിയാമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ച ആ വിദേശീയരെന്തോ ഒരു സമർത്ഥന്മാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആർ വാട്ട് യു ആർ സ്പീക്കിംഗ് ഈസ് ഇംഗ്ലീഷ്, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് എനിക്കറിയാം എന്ന് പറയും. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഈ സംഭവം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്കൊരു സിൽക്ക് ജുബായി എന്റെ മുണ്ടിന്റെ അറ്റത്തെ കശവും ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊന്നും എന്നോട് ചോദിക്കുക. ആളിനെ അല്ല ബഹുമാനിക്കുന്നത്, ജുബായെയും കശവിനെയുമാണ് ബഹുമാനം. ഇന്ന് നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. മനുഷ്യനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു? മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനിലുള്ള ദൈവത്തെ കാണാൻ കാഴ്ചയില്ലാതെ പോയതാണ്. പലർക്കും കാണാമായിരിക്കും, എങ്കിലും ദൈവത്തെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ദൈവത്തെ കണ്ടാൽ തിരിച്ചറിയാമോ നിങ്ങൾക്ക്? നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ ദൈവത്തെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞു? തോട്ടക്കാരനാണ്. യേശുക്രിസ്തു മീൻ പിടിച്ച തോറ്റുപോയ ശിഷ്യന്മാർക്ക് ചെന്നപ്പോൾ അവര് പറഞ്ഞു, മീൻ വാങ്ങിക്കാൻ വന്ന മീൻകാരനാണ്. ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഭൂതമാണ്. കൂടെ നടക്കുന്നവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല. ഒരാഴ്ചയായി 30 പ്രസംഗം കേട്ടവരാ നിങ്ങളല്ല. എന്നാ യേശുക്രിസ്തുവിനെ കണ്ടാൽ തിരിച്ചറിയാം? യേശുക്രിസ്തുവിനെ ആരിൽ കാണാൻ നോക്കും? എല്ലാവരിലും കാണും. തളർന്നു കിടക്കുന്ന തളർവാദക്കാരനിൽ കാണും. രക്തസ്രവമുള്ള സ്ത്രീയിൽ കാണും. ശമര്യക്കാരിയിൽ കാണും. നമുക്ക് ദൈവത്തെ മെത്രാന്മാരിലും അച്ഛന്മാരിലും ഉപദേശിമാരിലും മാത്രം കാണാനേ അറിയൂ. അവരിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങ് ചെല്ലുമ്പോഴേ അറിയൂ. എന്നാൽ സാധാരണക്കാരിലാണ് ദൈവമുണ്ട്. നമുക്കറിയാം, കുരുടനായ ഒരു മനുഷ്യൻ, അവൻ ദാവീദ് പുത്ര എന്ന് പറഞ്ഞപ്പോൾ വലിയ ഒരു യോഗത്തെ പിടിച്ചു നിർത്തി. അവര് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ പോകാൻ സമയമില്ലെന്ന് പറഞ്ഞു. കർത്താവ് അവിടെ നിന്നു, അവന്റെ കാര്യം സാധിച്ചു. നിങ്ങൾക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ കൂടെ ആരായിരുന്നു?
2 കള്ളന്മാർ. അവരെ, അതായത് ആർക്കും വേണ്ടാത്ത കള്ളന്മാർ. കള്ളന്മാരെ കൊണ്ട് നമുക്കൊക്കെ ആവശ്യമാണ്. എന്നാൽ അങ്ങനെയല്ല, ഇവൻ നശിച്ചു പോകട്ടെ, ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് വെച്ച കള്ളന്മാരാണ്. എന്നാൽ യേശു ക്രിസ്തു ആ ക്രൂശിൽ വെച്ച് എന്ത് ചെയ്തു? നമ്മുടെ കൊളക്കട രാജുവും പുളിമൂട് രാജുവും എന്നെ കൈക്ക് പിടിച്ച് പ്ലാറ്റ്ഫോമേലോട്ട് കയറ്റുന്നത് പോലെ യേശു ക്രിസ്തു ആ കള്ളനെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ കയറ്റി. അവർക്ക് പ്ലാറ്റ്ഫോം വരെ അറിയുള്ളൂ. ഇന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല, അത് ആരും ഇവിടെ ഇരിപ്പില്ല. ഈ മുൻപിൽ 2-3 കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ ഒരാൾ സുഖമായി ഉറക്കം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഉണർന്നിരിക്കുക. വേറെ ആളുകൾ ഇവിടുത്തെ മണ്ണെല്ലാം നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ഇവരെക്കാൾ സ്വല്പം കൂടെ പ്രായമുള്ളപ്പോൾ ഇത്രയും മുമ്പിലല്ലെങ്കിലും പുറകിൽ ഞാൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവരിൽ കണ്ടത് മാർത്തോമാ സഭയിലെ ഒരു മെത്രാപ്പോലീത്താണ്. മറ്റു മനുഷ്യരിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ്. ഈ വചന കേൾവി കൊണ്ട് ദൈവത്തെ ഈ പന്തലിൽ കാണാതെ സാധാരണ സ്ഥലത്തെ അവഗണിക്കപ്പെട്ടവർ, ലോകം അവഗണിക്കപ്പെട്ടവർ ദൈവത്തിന്റെ സാദൃശ്യം കണ്ട് ആ ദൈവത്തെ പറ്റി അത് കണ്ടു എന്ന് പറയുന്നതാണ് സുവിശേഷ വേല. പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കും. ഇത് നമുക്ക് സാധിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുക. ഇതാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ഈ കൺവെൻഷന്റെ ഫലമായി മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, അവനെ ദൈവത്തിന്റെ രൂപത്തിൽ ബഹുമാനിപ്പാൻ, അവനിലുള്ള സാധ്യതകളെ പൂർണ്ണമായി വളർത്തിയെടുക്കുവാനും ഈ പന്തലിലിരിക്കുന്ന നമുക്ക് സാധിച്ചാൽ അത് വലിയ കാര്യമായി. രണ്ടാമതായിട്ട് പറയുന്നത് സഹോദരവർഗത്തെ സ്നേഹിക്കാം. സ്നേഹം എന്ന വാക്കിന് ഇന്ന് അർത്ഥമില്ല. ഞാനൊരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവന് കാച്ചുമോര് വേണമെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാച്ചുമോരിനെ സ്നേഹിക്കുന്നില്ല. അവൻ പറഞ്ഞു, അതായത് എനിക്ക് വേണ്ടാന്നേ ഉള്ളൂ, വേണ്ടിയതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ, ഒരുവനും നശിക്കാതിരിക്കാൻ എനിക്കുള്ളതെല്ലാം അവനു വേണ്ടി കൊടുക്കുന്നതാണ്. ഗിവിങ് യുവർ വെരി ബെസ്റ്റ് ഫോർ ദ വെരി ബെസ്റ്റ് ഓഫ് ദി അതർ. മറ്റുള്ളവന്റെ നന്മയ്ക്കായി എൻ്റെ അവകാശങ്ങൾ കൂടെ സമർപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനുമായി മറ്റുള്ളവരുടെ അവകാശങ്ങളെ കവർച്ച ചെയ്ത് ജീവിക്കുകയാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞു, സുവിശേഷം നല്ലതാണ്, പക്ഷെ നിങ്ങളിൽ അത് കാണാൻ. അത് നമ്മൾ കേട്ടോ. ഒരു ആഴ്ച നമ്മുടെ കൂടെ അദ്ദേഹം താമസിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമില്ല. അതായത് അദ്ദേഹം പറയുന്നതെല്ലാം നമുക്കറിയാം, പക്ഷേ ഇതനുഭവമുള്ള ആരും മോളിലോ താഴെയോ അവിടെയോ എങ്ങും ഇല്ലെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം സമർത്ഥനാണ്. നമുക്കാവശ്യമായിരിക്കുന്നത് അവകാശങ്ങളില്ലാത്ത ആളുകൾക്ക് അവകാശങ്ങൾ സമ്പാദിച്ചു കൊടുക്കുക. സ്വർഗം നഷ്ടപ്പെട്ടവർക്ക് സ്വർഗം ലഭ്യമാക്കുക. മനുഷ്യത്വം നഷ്ടപ്പെട്ടവർക്ക് മനുഷ്യത്വം നൽകണം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം നൽകണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകണം.
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിപ്പാൻ തക്കവണ്ണം നമ്മുടെ കാര്യങ്ങൾ നാം അവർക്കായിട്ട് സമർപ്പിക്കും. മൂന്നാമതായിട്ട് പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടണം. ഭയം എന്ന് പറയുന്നതും പേടി എന്ന് പറയുന്നതും രണ്ട് കാര്യം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും എന്നൊരു വാക്യമുണ്ട്, ഇല്ലേ? മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എനിക്കറിയാം. പഴയ ഞാനൊക്കെ വായിക്കുന്ന വേദപുസ്തകത്തിലുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പുതിയ എഡീഷനിലുണ്ടോ ഇല്ലയോ. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തിലുള്ള ഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദൈവഭക്തിയാണ്. അതുകൊണ്ട് ഭയവും ഭക്തി ഒന്നാണ്. ഭയഭക്തി നമ്മൾ പറയരുത്. ഭക്തിയോടുകൂടെ ഭയവും കൂടെ ചേരുന്നതിനാണ് ഭയഭക്തി എന്ന് പറയും. ഇത് എന്തെന്ന് ചോദിച്ചാൽ, സ്നേഹത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായതാണ് ഭയം. പേടി എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ അയോഗ്യതയിലാണ് നമുക്ക് പേടി. അവൻ കള്ളു കുടിച്ചവനാ, പേടിയുണ്ട്. അവൻ്റെ പിച്ചാത്തിയുണ്ട്, പേടിയുണ്ട്. ഇത് രണ്ടുമില്ലേ പേടിയില്ല, ഉണ്ടോ? എന്നാൽ ഈ മാരാമണ്ണ് പള്ളിയിൽ ആലിനിക്കുന്നതിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായി. ഞാൻ ചെറുപ്പമായിട്ട് ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ അച്ഛനാണ്. അന്ന് അച്ഛന്മാരൊക്കെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ അനുവാദമില്ല, നിൽക്കണം. അതാണ് അച്ഛന് നിർബന്ധമില്ല. എൻ്റെ വീട്ടിലെ വ്യവസ്ഥ അങ്ങനെയാണ്. എൻ്റെ അല്ല, അവിടെയുള്ള എല്ലാ വീട്ടിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ മെത്രാച്ചനായി. അച്ഛൻ പിന്നെ അച്ഛനായിട്ട് തന്നെ, കാരണം അദ്ദേഹം വിവാഹം കഴിച്ച ആളാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്നാലും എൻ്റെ വീട്ടിൽ വന്നാലും അച്ഛൻ ഇരിക്കുകയില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇരുന്നാട്ടെ. അച്ഛൻ പറഞ്ഞു, ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടും അല്ല പറയുന്നത്, എനിക്കൊന്നിരിക്കണം, അതിനാ ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ വേഗം അങ്ങ് പോയേക്കാം. അച്ഛൻ എന്നെ പേടിയില്ല. കാരണം ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ ചെവി ഇപ്പോൾ ഇത്രയും മൃദുവായിരിക്കുന്നതിന്, ആലിരിക്കുന്നതിൽ അച്ഛന് വലിയൊരു പങ്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ മെത്രാച്ചനായപ്പോൾ അച്ഛന് ബഹുമാനവും ഭക്തി, ഏത് ബഹുമാനം ഞാൻ കാണിച്ചോ അതിനേൽ കൂടിയൊരു ബഹുമാനം. ഇന്ന് നമുക്ക് ദൈവം പോക്കറ്റിട്ടുകൊണ്ട് നടക്കുക. ദൈവത്തിന്റെ ഔന്നത്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉന്നതനായ ദൈവം മനുഷ്യനോടുകൂടി ജീവിക്കും. നമ്മോട് കൂടെ വസിക്കുന്നത് കൊണ്ട് മാഹാത്മ്യം പോകരുത്. നേരെ മറിച്ച് ആ മാഹാത്മ്യം വർദ്ധിക്കണം. ദൈവത്തെ അമ്മാനമാടാനുള്ള ആളല്ല, ദൈവത്തെ അനുസരിപ്പാനും സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ഉള്ള ആളാണ്. ഇന്ന് ദൈവത്തെ നാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇന്ന് ദൈവികമായ എന്തെല്ലാം ശുശ്രൂഷകൾ നടത്തുന്നു. ഇതെല്ലാം ചെറുവോപ്പഴ കൺവെൻഷനേക്കാൾ മാരാമണ്ണ് കൺവെൻഷൻ ഒത്തിരിക്കും. ഇതിനേക്കാൾ സെൻട്രൽ ട്രാവൻകൂർ കൺവെൻഷൻ വലുതായി. പിന്നെ ഈ അമേരിക്കൻ കൺവെൻഷൻ ഇതിനേക്കാൾ ഒക്കെ വലുതായി. ഇതാണോ? അതോ ദൈവത്തെ, മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനമായ ദൈവത്തെ കാണണം, അറിയണമെന്നുള്ളതാണ്. ഈ കൺവെൻഷനിൽ നമുക്ക് സാധിക്കേണ്ടത് എൻ്റെ ആൾക്കൂട്ടമാണ്, പണമാണ്, അതോ ക്രമീകരണത്തിൻ്റെ? ഇപ്പം ഈ ആണ്ടിലൊരു വലിയ സംഗതി ഞാൻ കണ്ടത്, ഈ എല്ലാവരും ഇരിക്കണമെന്ന് പറയാനായിട്ട് പഠിച്ചുകൊണ്ട് വന്ന തിരുമേന്മാർക്ക് ആർക്കും പറയാനൊത്തില്ല. ഒന്ന് എഴുന്നേറ്റിട്ട് വേണ്ട ഇരിക്കണമെന്ന് പറയാൻ. അവസാനം വരെ നിങ്ങൾ തിരുമേനിമാരെ മൗനമാക്കിക്കൊള്ളു. അത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്?
ഈ ആണ്ടിൽ ആരോടും സ്തോത്ര കാഴ്ച സമയത്ത് ഇരിക്കാൻ പറയേണ്ടി വന്നില്ല. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിലും തിരുമേനിമാരെ അനുസരിച്ച് തുടങ്ങിയതിൽ എനിക്ക് അധികമായ സന്തോഷം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇവിടെയൊക്കെയുള്ള ദൈവത്തിൻ്റെ മാഹാത്മ്യ ഔന്നത്യം നഷ്ടപ്പെടരുത്. ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം താണകാര്യങ്ങളെ കടാക്ഷിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഔന്നത്യം നഷ്ടപ്പെടരുത്. ദൈവം നമുക്ക് നമ്മളിൽ നിന്നൊക്കെയും വളരെ ഉന്നതനാണ്. ആ ഔന്നത്യത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ ഔന്നത്യബോധം നമ്മളെ സഹായിക്കും. അവസാനമായിട്ട് ഇതെപ്പോൾ കഴിക്കേണ്ട മരുന്ന? രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇലയിൽ തുള്ളി കളിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ്. അതെന്തെന്ന് ചോദിച്ചാൽ രാജാവിനെ ബഹുമാനിക്കും. അത് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ രാജാവിൻ്റെ അപ്പോൾ എങ്ങനെ രാജാവിനെ ബഹുമാനിക്കാൻ? രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജ്യത്തെ ഭരിക്കുന്നവനാണോ ജനങ്ങളെ ശുശ്രൂഷിക്കുന്നവനാണോ രാജാവ്? ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ 99 വലിയൊരു വെള്ളമുണ്ട്, വെള്ളപ്പൊക്കം. ഞാൻ കണ്ടു ഈ മണൽപ്പുറത്തിൻ്റെ മുകളിൽ കൂടെ വീടുകൾ, മൃഗങ്ങൾ, തടികളൊക്കെ ഓടിപ്പോയി. ഞാനോട് നിൽക്കുമ്പോൾ ആ ഒരുത്തൻ വീടിൻ്റെ അകത്തിരുന്ന് കൈ കാണിച്ചു വരാൻ. അങ്ങോട്ട് പോകാൻ ഒക്കുമോ? അയാൾ കൈ കാണിച്ചു, അയക്കാൻ യാതൊരു നിവൃത്തിയും. ഇത് കേട്ടപ്പോൾ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലൻ രാജാവ്, ഇത് ഞാൻ കേട്ടതാണ്, ഞാൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു, പറഞ്ഞു, അയ്യോ എൻ്റെ ജനങ്ങൾ വെള്ളപ്പൊക്കം മരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അയ്യോ എൻ്റെ ജനങ്ങൾ എന്ന് പറയുന്ന അവരെ പറ്റി അവരോട് ആത്മാത്മപ്പെടുന്ന ആ ആളിനാണ് രാജാവെന്ന് പറയുന്നത്. അല്ലാതെ അവനെ സെൻട്രൽ ജയിലിൽ 12 വർഷത്തേക്ക് വിടുന്നവർ. എന്നാൽ ഈ ഭരണത്തിന് ഇവിടെ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ വിചാരിക്കുക, ഈ മാരാമൺ കൺവെൻഷന് ഇഷ്ടം പോലെ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ പകുതി പേര് വേറിട്ട് നിൽക്കേണ്ടി വന്നേ. നമ്മുടെ ഇഷ്ടം പോലെ ഇവിടെ നിന്നില്ല ഒക്കോ. എന്നാൽ അധികം ആളുകൾ ഇവിടെ ഇരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ക്രമീകരിച്ച ടി.ഐ. മാത്യു അച്ഛനാണ് രാജാവ്. ജനങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ, സൗകര്യമായി ജീവിപ്പാൻ, ജനങ്ങളുടെ ജീവിതഗതികളെ ക്രമീകരിക്കുന്നതിന് അവരെ പഠിപ്പിക്കുകയും സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നയാൾ. ഇത് നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ക്രമീകരണങ്ങൾ സഹിക്കാം. ഇത് വളരെ ആവശ്യം. ഞാൻ മുമ്പേ പറഞ്ഞു, അത് സഹോദരവർഗത്തെ സ്നേഹിക്കാം. അതായത് എന്തിനാണ് സഭ? സഹോദരവർഗം സ്നേഹം പഠിക്കാൻ, കുടുംബം സ്നേഹം പഠിക്കാൻ. കുടുംബത്തിൽ സ്നേഹം പഠിക്കാത്തവർക്ക് വേറെ എല്ലാവരെയും സ്നേഹിക്കാൻ നോക്കൂ. ഇപ്പോൾ നിങ്ങൾ പോയി ഒരു കല്യാണം കഴിക്കും ഇല്ലേ? ഇപ്പോഴല്ല, ചിലർ കഴിച്ചു. അപ്പോ നിങ്ങൾ വിചാരിച്ചിരുന്നത് തന്നെ ഈ സ്ത്രീ അല്ലെ ഈ പുരുഷൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചിരുന്നതാ. ഇപ്പോൾ മനസ്സിലായോ? ഇതിന്റെ ഒരു കാര്യം എന്നാ? ആ കുട്ടി ജനിച്ച വീട്ടിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ പിണങ്ങുന്നതിന്, അപ്പനും അമ്മയും സ്നേഹമാണെന്ന് പറഞ്ഞാൽ ദിവസവും വഴക്കാണ്. അപ്പോൾ ആ കുട്ടി വിചാരിച്ചത് എപ്പോഴും വഴക്കിടുന്നതിനാ സ്നേഹമെന്ന്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ് അച്ചായ ഞാൻ അച്ചായനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അതാ. അതുകൊണ്ട് സഭ ഇന്ന് ലോകം എങ്ങനായി തീരണമെന്ന്
നാം ആഗ്രഹിക്കുന്നുവോ അതിനൊരു മാതൃകയായിട്ട് സഭ തീരണം. ആ സഭയുടെ മാതൃക സഭയിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകണം. ജീവജല നദി നിന്നിൽ നിന്ന് പുറപ്പെടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മാരാമൺ കൺവെൻഷനിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവം ലോകത്തിലേക്ക് പോകണം. ഇവിടെ ഇംഗ്ലീഷിൽ ഹിന്ദു എന്ന് പറഞ്ഞൊരു പത്രം പ്രസിദ്ധീകരിക്കുന്നു. അത് വരുന്നുണ്ട്. അതിൻ്റെ അകത്തെ ഒരു പ്രവർത്തകൻ എൻ്റെ ഒരു സ്നേഹിതനാണ്. എന്നാൽ അദ്ദേഹം വിഷമനുമാണ്. എൻ്റെ സ്നേഹം കൊണ്ടുണ്ടായ വിഷമതയല്ല, അതിന് മുമ്പ് തന്നെ ഉള്ള വിഷമതയാണ്. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. 100 വർഷമായി മാരാമൺ കൺവെൻഷൻ ഇവിടെ നടക്കും. തിരുമേനി അതിൽ ഒത്തിരി യോഗം അന്വേഷിച്ചു. തിരുമേനി മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ചതിന് ഇപ്പോൾ തിരുമേനിയുടെ അഭിപ്രായം, ഈ കൺവെൻഷൻ കൊണ്ട് മാരാമണ്ണുകാരുടെ ദൈവഭക്തി വർദ്ധിച്ചോ കുറഞ്ഞു? കഴിഞ്ഞ 90 വർഷമായി അല്ലെ 110 വർഷമായി മാരാമണ്ണും കോഴഞ്ചേരിലുമുള്ള ദൈവഭക്തി കൂടിയോ കുറഞ്ഞു? ഞാൻ എന്തോ പറയണം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരിക്കും പഠിച്ച് ഒക്കെ കഴിഞ്ഞ ഉത്തരം പറയാനൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒക്കുകയല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടനടി ഉത്തരം പറയുന്ന തിരുമേനി ഇത് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉത്തരം മനസ്സിലായി. നമ്മൾ ഗൗരവമായി ആലോചിക്കും. അതേ ഉള്ളൂ എനിക്ക് പറയാം. ഈ മാരാമൺ കൺവെൻഷൻ നമ്മുടെ സമൂഹത്തിൽ, സഭകളിൽ, സമൂഹത്തിൽ ഒരു രൂപാന്തരം വരുത്തിയില്ലെങ്കിൽ ഈ 7 ദിവസവും ഭാഗ്യവും ശൂന്യമായി. അങ്ങനെ വരാതെ ഈ നാം ഉൾപ്പെടുന്നതായ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും രൂപാന്തരത്തിനായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിലെ എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവായ ക്രിസ്തുയേശുവിനെ അറിയുവാൻ, ക്രിസ്തുയേശുവിനെ പറ്റി ചിന്തിപ്പാൻ, ക്രിസ്തുയേശുവിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. കർത്താവേ, ക്രിസ്തുയേശു വലിയ രൂപാന്തരം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ, കേരളത്തിൽ നീ സാധിക്കണം. പുതിയ ഒരു കേരളം, പുതിയ ഒരു കുടുംബങ്ങൾ ആയി തീരുവാൻ സഹായിക്കണം. ബഹുമാനവും സ്നേഹവും ഭയവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷത്തിൻ്റെ അവകാശികളായി കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ സാദൃശ്യം മറ്റു മനുഷ്യരിൽ കണ്ട് അതിനെ വളർത്തിയെടുക്കുവാൻ, അവരോടുകൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ശക്തീകരിക്കണമേ. ഈ നിന്റെ മക്കൾ മടങ്ങിപ്പോകുമ്പോൾ കൂടെ ഇരിക്കണം. യാത്രയിലൊക്കെ വേണ്ട ആ കൃപകൾ നൽകണം. ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണം. കർത്താവെ, പ്രിയപ്പെട്ടവരെയൊക്കെ ആശീർവദിക്കണം. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. എല്ലാ ദോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിടുവിച്ച് സ്വർഗീയ നന്മകൾ കൊണ്ടും സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ടും നിങ്ങളെ ആശീർവദിക്കട്ടെ.